നിങ്ങളെല്ലാവരും ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം വീഡിയോസ് കാണാൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗോളാണ്. ഈസിലി നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയണമെന്നില്ല. ആക്റ്റീവായി നിങ്ങളുടെ ഇൻകം നിങ്ങൾ സേവ് ചെയ്യുമ്പോഴും എക്സ്പെൻസസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുമ്പോഴും ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? നിങ്ങളുടെ ഇൻകത്തിന്റെ എത്ര ശതമാനം നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്? ഇതേ നിങ്ങളുടെ ഇൻകത്തിന്റെ എത്ര ശതമാനം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കടം നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണോ? നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൽ നിന്ന് എത്ര ശതമാനം നിങ്ങളുടെ ഡെറ്റ് റീപേ ചെയ്യാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞു തരും നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് എത്ര ദൂരം ഇനി ഉണ്ടെന്നുള്ളത്. ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഓരോന്നും എന്താണെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്നും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഈ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഫൈനാൻസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നതാണ്. ഇതിനെ ഞാൻ 3 ഗ്രൂപ്പ് ആക്കിയിട്ട് പറയാം. ഗ്രൂപ്പ് 1 എങ്ങനെയാണ് നിങ്ങളുടെ ഇൻകം നിങ്ങൾ ചെലവാക്കുന്നത് എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത്. അതിൽ മേജറായിട്ട് 2 റേഷ്യോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് സേവിങ്സ് റേഷ്യോ ആണ്. അതായത് നിങ്ങളുടെ ഇൻകത്തിന്റെ എത്ര ശതമാനം നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സേവിങ്സ് റേഷ്യോ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ സേവിങ്സ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. സേവ് ചെയ്യുന്ന എമൗണ്ടിനെ മന്ത്ലി ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് നമ്മളുടെ സേവിങ്സ് റേഷ്യോ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ഇൻകം 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് 20,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ സേവിങ്സ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് 20,000 ഡിവൈഡഡ് ബൈ 1 ലക്ഷം ഇൻറ്റു 100 ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് 20% ഈ ഒരു കേസിൽ സേവിങ്സ് റേഷ്യോ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണെന്നുള്ളത് ഈ സേവിങ്സ് റേഷ്യോ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ഇൻകത്തിന്റെ കൂടുതൽ ശതമാനം നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻകത്തിന്റെ 20% സേവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പലരുടെയും ഒരു വലിയ തെറ്റിദ്ധാരണയാണ് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കും എന്നുള്ളത്. ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നതിന് പുറമെ നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിന്റെ കൂടുതൽ ശതമാനം സേവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ആക്ച്വലി അതായിരിക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് എളുപ്പമാക്കി തരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നിങ്ങളുടെ ഷെൽഫിൽ പൈസ മാറ്റി വെക്കുന്നതിനല്ല. നിങ്ങളുടെ ഇൻകം അതിന്റെ വാല്യൂ നഷ്ടപ്പെടാത്ത രീതിയിൽ ഗ്രോ ചെയ്യിക്കാനാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കേണ്ടത്. സെക്കൻഡ് വൺ, അത് എക്സ്പെൻസ് റേഷ്യോ ആണ്. നിങ്ങളുടെ ഇൻകത്തിന്റെ എത്ര ശതമാനം നിങ്ങൾ ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് പറഞ്ഞു തരുന്നത്. മന്ത്ലി എക്സ്പെൻസിനെ മന്ത്ലി ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. 1 ലക്ഷം രൂപ ഇൻകമുള്ള വ്യക്തി 80,000 രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 80%. എക്സ്പെൻസ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് നിങ്ങൾ ചെലവാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ എക്സ്പെൻസ് റേഷ്യോ കൂടുകയാണെങ്കിൽ അത് നിങ്ങളുടെ സേവിങ്സ് കുറയ്ക്കാനായിട്ട് ഇടയാക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനെ സ്ലോ ആക്കുകയും ചെയ്യും. ഇവിടെ പലരും എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഇൻകത്തിന്റെ എത്ര ശതമാനം ചെലവാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന ഫാക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നിങ്ങളുടെ എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒരു സെക്കൻഡ് പോസ് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ വെൽത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഇൻകം കൂടുന്നതിന്റെ കൂടെ എക്സ്പെൻസ് കൂടുകയും നിങ്ങൾക്ക് വേണ്ട കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ലൈഫിന് ലോ എക്സ്പെൻസ് റേഷ്യോയും ഹൈ സേവിങ്സ് റേഷ്യോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് 2 മെഷർ ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾക്ക് സ്വന്തമായി കടം കഴിഞ്ഞിട്ട് എന്താണുള്ളത് എന്നാണ്. തേർഡ് വൺ നെറ്റ് വർത്ത് ആണ്. ഒരുപാട് അസറ്റ്സ് ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ പലതും ഇപ്പോഴും അടച്ചു തീരാത്ത കടത്തിലാണുള്ളതെങ്കിൽ പലരും തൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി അതിനേക്കാൾ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ് ടോട്ടൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള നിങ്ങളുടെ അസറ്റ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള നിങ്ങളുടെ കടം കഴിഞ്ഞ് ബാക്കി എന്താണുള്ളത് എന്നുള്ളതാണ് ഈ നെറ്റ് വർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി, ഇതാണ് നെറ്റ് വർത്ത്.
അസറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ആയിരിക്കാം, നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കാം, ലാൻഡ്, ബിൽഡിംഗ്, അങ്ങനെ എന്തുമാവാം. ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ അടച്ചു തീരാത്ത നിങ്ങളുടെ ഹോം ലോൺ ആയിരിക്കാം, പേഴ്സണൽ ലോൺ ആയിരിക്കാം. ഇതെല്ലാം ലൈബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ അസറ്റ്സ് എല്ലാം കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷത്തിന്റെ അസറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ലൈബിലിറ്റി എല്ലാം കൂട്ടി നോക്കുമ്പോൾ 20 ലക്ഷമാണ് ലൈബിലിറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 30 ലക്ഷമാണ്. എന്തിനാണ് ആക്ച്വലി നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പലരും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഗ്രോ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇൻകം നോക്കിക്കൊണ്ടായിരിക്കാം. പക്ഷെ അതൊരു പ്രോപ്പർ ഫാക്ടർ അല്ല. നിങ്ങളുടെ ഇൻകം കൂടുമ്പോഴും നിങ്ങളുടെ നെറ്റ്വർത്ത് കൂടുന്നില്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഗ്രോ ചെയ്യുന്നില്ല. നിങ്ങളുടെ ആക്ച്വൽ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് നെഗറ്റീവിലായിരിക്കാം ഉണ്ടാകുന്നത്. പക്ഷേ ഗ്രാജുവലി നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ നെറ്റ്വർത്ത് ഇൻക്രീസ് ചെയ്യണം. നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് അസറ്റ്സ് കൂട്ടാനും ലൈബിലിറ്റീസ് കുറയ്ക്കാനും ശ്രമിച്ചാൽ ഗ്രാജുവലി നിങ്ങളുടെ നെറ്റ്വർത്ത് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഫോർത്ത് വൺ ഫിനാൻഷ്യൽ അസറ്റ് റേഷ്യോ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പണ്ടുള്ള ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്സിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഇതിന്റെ പ്രശ്നം? ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിരിക്കും ഏറ്റവും എളുപ്പത്തിൽ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഏതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ അസറ്റ്സ്? സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ബോണ്ട്സ്, PPF, ഇതിനെല്ലാം നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ്? റിയൽ എസ്റ്റേറ്റ്, ഫിസിക്കൽ ഗോൾഡ്, ഇത്തരത്തിലുള്ളതിന് നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നും പറയാം. ഫിനാൻഷ്യൽ അസറ്റ്സ് റേഷ്യോ ആക്ച്വലി നിങ്ങളുടെ മൊത്തം അസറ്റിൽ ഈ ഫിനാൻഷ്യൽ അസറ്റ്സ് എത്ര മാത്രം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഫിനാൻഷ്യൽ അസറ്റ്സിനെ ടോട്ടൽ അസറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സ് 20 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഫിനാൻഷ്യൽ അസറ്റ്സ് അതിൽ 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് റേഷ്യോ എന്ന് പറയുന്നത് 50%. നിങ്ങളുടെ ഗോൾസ് അടുത്താണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. കാരണം അതായിരിക്കും വളരെ എളുപ്പത്തിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ അസറ്റ്സിൽ നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് കൂടുതലെങ്കിൽ ആവശ്യം വരുന്ന സിറ്റുവേഷനിൽ ഈ അസറ്റ്സിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്നില്ല. ഗ്രൂപ്പ് 3 റിസ്ക് റേഷ്യോസ് ആണ്. അതായത് ആക്ച്വലി നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തുമാത്രം റിസ്കിലാണുള്ളതെന്ന് ഈ റേഷ്യോസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഫിഫ്ത്ത് വൺ ലിവറേജ് റേഷ്യോ ആണ്. പലരും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാൻ പല അസറ്റ്സും കടമെടുത്തിട്ടായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഫിനാൻഷ്യലി അത് നിങ്ങളെ ഗ്രോ ചെയ്യിക്കുന്നില്ല. ലിവറേജ് റേഷ്യോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സിൽ എന്തുമാത്രം കടം എടുത്തുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ടോട്ടൽ ലൈബിലിറ്റീസിനെ ടോട്ടൽ അസറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലിവറേജ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ടോട്ടൽ ലൈബിലിറ്റീസ് 10 ലക്ഷമാണെന്ന് വിചാരിക്കുക, ടോട്ടൽ അസറ്റ്സ് 20 ലക്ഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തുമാത്രം കടത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് ഈ ലിവറേജ് റേഷ്യോ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കടം കൂടുന്നതോടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ഡേഞ്ചർ സോണിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. നിങ്ങളുടെ ലിവറേജ് റേഷ്യോ 1ന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ടോട്ടൽ അസറ്റ്സ് കൊണ്ട് ടോട്ടൽ ലൈബിലിറ്റീസ് അടച്ചു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്രയും ചെറിയ ലിവറേജ് റേഷ്യോ ആണോ അത്രയും ഫിനാൻഷ്യലി സ്ട്രോങ്ങർ ആയിരിക്കും. കടം എടുത്തുകൊണ്ട് വെൽത്ത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അധികമായാൽ ഇതേ വെൽത്തിനെ നശിപ്പിക്കുന്ന ഒന്നായി അത് മാറും. സിക്സ്ത് വൺ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സിൽ എന്തുമാത്രം പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്ന അസറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഈ ലിക്വിഡിറ്റി റേഷ്യോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റുന്നത്? ലൈഫിൽ ഉണ്ടാകുന്ന ഫ്യൂച്ചർ അൺസർട്ടൈനിറ്റീസ് സോൾവ് ചെയ്യാനാണ് ടോട്ടൽ അസറ്റ്സിൽ ലിക്വിഡ് അസറ്റ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻകം ലേറ്റ് ആവുകയോ കിട്ടാതാവുകയോ ചെയ്താൽ പോലും മന്ത്ലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ഈ ലിക്വിഡ് അസറ്റ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ടായിരിക്കും. വാല്യൂ നഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന അസറ്റുകളെയാണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. സേവിങ്സ് അക്കൗണ്ട്, ലിക്വിഡ് ക്യാഷ്, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഇത്തരത്തിലുള്ള ഓപ്ഷൻസിനെ ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ടോട്ടൽ ലിക്വിഡ് അസറ്റ്സിനെ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് നിങ്ങളുടെ ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മിനിമം 3 to 6 മന്തിന്റെ എക്സ്പെൻസസ് ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടതാണ്. സെവൻത്ത് വൺ ഡെറ്റ് ടു ഇൻകം റേഷ്യോ ആണ്. നിങ്ങൾ ബാങ്കിലും മറ്റും ലോൺ അപ്ലൈ ചെയ്തിട്ട് ലോൺ കിട്ടാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? നമ്മൾ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് നോക്കുന്ന ഒരു ഫാക്ടറാണ് ഈ ഡെറ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിന്റെ എത്ര ശതമാനം ഡെറ്റ് റീപേ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ റേഷ്യോ മനസ്സിലാക്കി തരുന്നത്.
ടോട്ടൽ മന്ത്ലി EMI-നെ മന്ത്ലി ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ മന്ത്ലി ഇൻകം 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. ടോട്ടൽ EMI 20,000 രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് 20%. നിങ്ങളുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ബേർഡൻ അധികമാണെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ബാങ്ക്സ് പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത് ഈ ഒരു റേഷ്യോ നോക്കിയിട്ടായിരിക്കും. നിങ്ങളുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ 30% താഴെയാണെങ്കിൽ നിങ്ങളൊരു സേഫർ സോണിലാണുള്ളത്. എത്രയും കുറയ്ക്കാൻ കഴിയുന്നു അത്രയും നല്ലതായിരിക്കും. എന്നാൽ ഡെറ്റ് ടു ഇൻകം റേഷ്യോ 30% കൂടുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻകത്തിന്റെ വലിയ ശതമാനം ഡെറ്റ് റീപേ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനെ അത് തടസ്സപ്പെടുത്തുന്നതുമായിരിക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഓരോ റേഷ്യോസും നിങ്ങളുടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ സ്റ്റാൻഡേർഡ് വാല്യൂവിന് പുറമെയാണ് നിങ്ങളുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ റേഷ്യോസ് ഓരോന്നും വർഷത്തിൽ ഒരിക്കലെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുകയും പ്രീവിയസ് ഇയറുമായി കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്യണം. ഇവിടെ പറഞ്ഞ ഓരോ റേഷ്യോസിനും ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് വാല്യൂ ഉണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.